ഹായ് ഹലോ റീസ്റ്റാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്കോളജിയിലെ പഠന സിദ്ധാന്തങ്ങളാണല്ലേ. ഇന്നലെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? കേർട്ട് ലെവിൻ്റെ ക്ഷേത്ര സിദ്ധാന്തം, ഫീൽഡ് തിയറിയെ കുറിച്ചായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസുബലിൻ്റെ പഠന സിദ്ധാന്തങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അസുബലിൻ്റെ പഠന സിദ്ധാന്തങ്ങളെക്കുറിച്ച് പഠിക്കാം. അസുബലിൻ്റെ പഠന സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത് സ്വീകരണ പഠനം അഥവാ അർത്ഥപൂർണമായ ഭാഷാപര പഠനം. എങ്ങനെയൊക്കെയാണ്? സ്വീകരണ പഠനമെന്നും അർത്ഥപൂർണമായ ഭാഷാപര പഠനമെന്നും അസുബലിൻ്റെ പഠന സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നുണ്ട്. അസുബൽ ഊന്നൽ നൽകുന്ന പ്രധാന സംജ്ഞകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭാഷാപര പഠനം, സ്വീകരണ പഠനം, വിശദീകരണ പഠനം. അസുബൽ ഊന്നൽ നൽകുന്ന പ്രധാന സംജ്ഞകളാണ് ഇതൊക്കെ കേട്ടോ. ഭാഷാപര പഠനം, സ്വീകരണ പഠനം, വിശദീകരണ പഠനം. എന്താണ് ഭാഷാപര പഠനം? വിജ്ഞാനം സ്വീകരിക്കാനും സ്വാംശീകരിക്കാനും സഹായകമാകുന്നതാണ് ഭാഷാപരമായ പഠനം. എന്താണ് ഭാഷാപര പഠനം എന്ന് വെച്ചാൽ? വിജ്ഞാനം സ്വീകരിക്കാനും സ്വാംശീകരിക്കാനും സഹായിക്കുന്ന പഠനമാണ് ഭാഷാപരമായ പഠനം. ഓക്കെ, അടുത്തത് സ്വീകരണ പഠനം. വിജ്ഞാനം സുതാര്യമായ പ്രതിപാദനത്തിനുള്ള ശേഷി പുഷ്ടിപ്പെടുത്തുകയും ബോധനം കാര്യക്ഷമമായി നിർവഹിച്ച് അർത്ഥപൂർണമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് സ്വീകരണ പഠനം. സ്വീകരണ പഠനം എന്ന് വെച്ചാൽ പഠിക്കുന്ന കാര്യം അർത്ഥപൂർണമായി പഠിക്കണമല്ലോ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വിജ്ഞാനം അല്ലെങ്കിൽ അറിവ് സുതാര്യമായ പ്രതിപാദനത്തിനുള്ള ശേഷി പുഷ്ടിപ്പെടുത്തുകയും ബോധനം കാര്യക്ഷമമായി നിർവഹിച്ച് അർത്ഥപൂർണമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് സ്വീകരണ പഠനം. അടുത്തത് വിശദീകരണ പഠനം. കണ്ടെത്തൽ പഠനത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് ആവശ്യത്തിലധികം ഊന്നൽ നൽകുന്നത് വിശദീകരണ പഠനമാണ്. അപ്പോൾ ഈ വിശദീകരണ പഠനമാണ് കണ്ടെത്തൽ പഠനത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് ആവശ്യത്തിലധികം ഊന്നൽ നൽകുന്നത് വിശദീകരണ പഠനമാണ്. അപ്പോൾ ഭാഷാപര പഠനം, സ്വീകരണ പഠനം, വിശദീകരണ പഠനം എന്നീ പ്രധാന സംജ്ഞകൾക്കാണ് അസുബൽ ഊന്നൽ നൽകുന്നത് കേട്ടോ. അടുത്തത് മനഃപാഠമാക്കൽ പഠിതാക്കളുടെ വിജ്ഞാനാർജന ശേഷികളെ നശിപ്പിക്കുന്നതിനും സ്വീകരിക്കുന്ന വിജ്ഞാനം മറന്നു പോകുന്നതിനും ഇടവരുത്തുമെന്ന് ചൂണ്ടിക്കാട്ടിയത് ആരാണ്? അതായത് നമ്മൾ മനഃപ്പാടമില്ലേ, കാണാപ്പാഠം. മനഃപ്പാഠമാക്കൽ പഠിതാക്കളുടെ വിജ്ഞാനാർജന ശേഷികളെ നശിപ്പിക്കുന്നതിനും സ്വീകരിക്കുന്ന വിജ്ഞാനം മറന്നു പോകുന്നതിനും ഇടവരുത്തുമെന്ന് ചൂണ്ടിക്കാട്ടിയത് അസുബലാണ് കേട്ടോ. അടുത്തത് അർത്ഥപൂർണമായ ഭാഷാ പഠനം സാധ്യമാക്കുന്നതിനുള്ള അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അർത്ഥപൂർണമായ ഭാഷാ പഠനം സാധ്യമാക്കുന്നതിനുള്ള അടിസ്ഥാന ഘടകങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പഠിതാവിൻ്റെ വൈജ്ഞാനിക ഘടനയും വിജ്ഞാന ശാഖയുടെ ഘടനയും. എന്താണ്? പഠിതാവിൻ്റെ വൈജ്ഞാനിക ഘടനയും വിജ്ഞാന ശാഖയുടെ ഘടനയും. രണ്ടാമത് അഡ്വാൻസ് ഓർഗനൈസർ. മൂന്നാമത്തേത് ക്രമാനുഗത വിശ്ലേഷണവും ഉദ്ഗ്രഥനവും വഴിയുള്ള സമായോജനം. അപ്പോൾ ഏതൊക്കെയാണ് അർത്ഥപൂർണമായ ഭാഷാ പഠനം സാധ്യമാക്കുന്നതിനുള്ള അടിസ്ഥാന ഘടകങ്ങൾ? പഠിതാവിൻ്റെ വൈജ്ഞാനിക ഘടനയും വിജ്ഞാന ശാഖയുടെ ഘടനയും. രണ്ടാമത്തേത് അഡ്വാൻസ് ഓർഗനൈസർ. മൂന്നാമത്തേത് ക്രമാനുഗത വിശ്ലേഷണവും ഉദ്ഗ്രഥനവും വഴിയുള്ള സമായോജനം. നമുക്കിത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ അഡ്വാൻസ് ഓർഗനൈസർ എന്താണെന്ന് നോക്കാം. അർത്ഥപൂർണമായ ഭാഷാ പഠനം എങ്ങനെ നിർവഹിക്കണമെന്ന് വിശദമാക്കാൻ വേണ്ടിയിട്ട് അസുബൽ രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന ധാരണയാണ് അഡ്വാൻസ് ഓർഗനൈസർ. എന്തിനു വേണ്ടിയിട്ടാണ്? അർത്ഥപൂർണമായ ഭാഷാ പഠനം എങ്ങനെ നിർവഹിക്കണമെന്ന് വിശദമാക്കാൻ വേണ്ടിയിട്ട് അസുബൽ രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന ധാരണയാണ് അഡ്വാൻസ് ഓർഗനൈസർ. ഈ അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. പുതിയ പാഠ്യവസ്തുക്കളെ മുൻപ് പഠിപ്പിച്ച പാഠ്യവസ്തുക്കളുമായി ബന്ധിപ്പിക്കുന്നു. പുതിയ പാഠ്യവസ്തുക്കളെ മുൻപ് പഠിപ്പിച്ച പാഠ്യവസ്തുക്കളുമായി ബന്ധിപ്പിക്കുന്നതാണ് അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ ഒരു ധർമ്മം. ഓക്കെ, പുതിയ പാഠ്യവസ്തുക്കളുമായി ബന്ധപ്പെടുത്താൻ വേണ്ടി പ്രസക്തമായ മുന്നറിവുകൾ പഠിതാക്കൾ പുനഃസ്മരിക്കുന്നു. അതായത് പുതിയ പാഠ്യവസ്തുക്കളുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് മുൻപ് പഠിച്ച അറിവുകളുണ്ടല്ലോ, മുന്നറിവുകൾ, അത് പഠിതാക്കൾ പുനഃസ്മരിക്കുന്നു, ഒന്നുകൂടെ ഓർത്തു നോക്കുന്നു. അതും മറ്റൊരു ധർമ്മമാണ് കേട്ടോ. അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ മറ്റൊരു ധർമ്മമാണിത്. അടുത്ത ധർമ്മം പാഠ്യവസ്തുക്കളിലെ പുതിയതും പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. ഇത് മൂന്നാമത്തെ ധർമ്മമാണ്. നാലാമത്തെ നോക്കാം. അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഊന്നൽ നൽകുക വഴി വൈജ്ഞാനിക ഘടന സുസംഘടിതമാകുന്നു. എങ്ങനെയാണ് വൈജ്ഞാനിക ഘടന സുസംഘടിതമാകുന്നത്? അവതരിപ്പിക്കുന്ന ആശയങ്ങളില്ലേ, ഈ ആശയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനാണ് ഇവിടെ ഊന്നൽ നൽകുന്നത്. അതുവഴി വൈജ്ഞാനിക ഘടന സുസംഘടിതമാകുന്നു.
അടുത്തത് ക്രമാനുഗത വിശ്ലേഷണം. എന്താണ് ക്രമാനുഗത വിശ്ലേഷണം? ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം കേൾക്കുന്ന പോലെ ഉണ്ട് അല്ലേ? വളരെ സിമ്പിളാണ്. അർത്ഥപൂർണമായ വിജ്ഞാന ശകലങ്ങൾ പഠിതാവിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നതിൽ പാലിക്കേണ്ട ക്രമമാണ് ക്രമാനുഗത വിശ്ലേഷണം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. ഇപ്പോൾ ക്ലാസ്സിലൊരു കാര്യം നമ്മൾ അവതരിപ്പിക്കാനായിട്ട് പോവാണ്, പുതിയൊരു ടോപ്പിക്ക്. അപ്പോൾ അതിൽ പാലിക്കേണ്ട ചില ക്രമങ്ങളുണ്ട് അല്ലേ? നമ്മൾ വേഗം പോയി ക്ലാസ് എടുക്കുകയാണോ ചെയ്യുക? അല്ല അല്ലേ? അവിടെ പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടിക്ക് എന്താണ് അറിയുന്നതെന്ന് നമുക്കറിയണം, കുട്ടിക്ക് എന്താണ് അവിടെ അറിയാത്തതെന്ന് നമുക്കറിയണം അല്ലേ? എന്നിട്ട് സിമ്പിളായതിൽ നിന്നും, അതായത് അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്കല്ലേ പോവേണ്ടത്? അതോ നമ്മൾ ക്ലാസ്സിൽ കയറിയതും വേഗം പോയിട്ട് അറിയാത്തൊരു കാര്യം പ്രസൻറ്റ് ചെയ്തിട്ട് അങ്ങനെയാണോ ചെയ്യുക? അല്ല അല്ലേ? കുട്ടിക്ക് അറിയുന്ന കാര്യത്തിൽ നിന്നുമാണ് ആ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിക്കേണ്ടത് അല്ലേ? നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന ആ ഒരു ടോപ്പിക്കിലേക്ക് എത്തിക്കേണ്ടത് കുട്ടിക്ക് എന്താണോ അതുമായി ബന്ധപ്പെട്ട് അറിയുന്നത്, ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക് എത്തിക്കേണ്ടത് അല്ലേ? അങ്ങനെ പാലിക്കേണ്ട ഒരു ക്രമമുണ്ട്, നമ്മൾ അവതരിപ്പിക്കുന്നതിൽ പാലിക്കേണ്ട ക്രമമുണ്ട്. അതാണ് പറയുന്നത് ക്രമാനുഗത വിശ്ലേഷണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനം. പുതിയ ധാരണകളെയും വിവരങ്ങളെയും ബോധപൂർവം മുന്നറിവുമായി ശൃംഖലനം ചെയ്യുന്ന പ്രക്രിയയെ സൂചിപ്പിക്കുന്നു. അതായത് നമുക്ക് കിട്ടുന്ന പുതിയ അറിവുകളെയും വിവരങ്ങളെയൊക്കെ ബോധപൂർവം മുന്നറിവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അസുബലിൻ്റെ പഠന സിദ്ധാന്തങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അസുബലിൻ്റെ പഠന സിദ്ധാന്തത്തിൽ അധികമൊന്നും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അസുബലിൻ്റെ പഠന സിദ്ധാന്തം അറിയപ്പെടുന്നത് സ്വീകരണ പഠനം അഥവാ അർത്ഥപൂർണമായ ഭാഷാ പഠനം, അങ്ങനെയാണ്. പിന്നെന്താണ്? പ്രധാനമായിട്ട് ഇദ്ദേഹം ഊന്നൽ നൽകുന്ന സംജ്ഞകളാണ് ഭാഷാപരമായ പഠനം, സ്വീകരണ പഠനം, വിശദീകരണ പഠനം. അതുമായി ബന്ധപ്പെട്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? അർത്ഥപൂർണമായ ഭാഷാ പഠനം സാധ്യമാക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ, അഡ്വാൻസ് ഓർഗനൈസറൊക്കെ വരുന്നത്.